ഇത്രയും കോൺട്രവേഴ്സീസ് ഉള്ള ഒരു സിനിമ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമുള്ള കാര്യമാണ്. യെസ്, ഞാൻ നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യനെ പറ്റിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. റിലീസായ അന്ന് തൊട്ട് സിനിമ കണ്ട എല്ലാവരും, റിവ്യൂവേഴ്സ് ഉൾപ്പെടെ പറയുന്നത് മിക്സ്ഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അതിനിടയിൽ തിരക്കഥ അടിച്ചു മാറ്റി എന്നുള്ള കഥകൾ വേറെയും. ഇതുകൊണ്ടൊക്കെ തന്നെ ഇത് തിയേറ്ററിൽ പോയി കാണണമെന്നുള്ളത് ഞാൻ 1, 2, 3, 4 വട്ടമൊക്കെ ഒന്ന് ചിന്തിച്ചു കേട്ടോ. അവസാനം ഞാനൊരു തീരുമാനത്തിലെത്തി, ഫാമിലി ആയിട്ട് പോയിട്ട് തന്നെ പടം കാണാം. മിക്സഡ് റിവ്യൂസ് ആയതുകൊണ്ട് തന്നെ യാതൊരു എക്സ്പെക്ടേഷൻസും ഇല്ലാതെയാണ് ഞാൻ ഈ പടം കാണാൻ പോയത്. ഇപ്പറഞ്ഞ കോൺട്രവേഴ്സീസ് ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ. ഫസ്റ്റ് ഹാഫിൽ ചിരിപ്പിക്കാനും സെക്കൻഡ് ഹാഫിൽ ചിന്തിപ്പിക്കാനും കഴിയുന്ന കാര്യങ്ങൾ സിനിമയ്ക്കകത്തുണ്ട്. എനിക്കും അമ്മയ്ക്കും പപ്പയ്ക്കും സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അബിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് ബജ്രംഗി ഭായ്ജാനും ആടുജീവിതവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സിനിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെ തോന്നി എന്നുള്ളതാണ്. സിനിമകൾ ഇഴകീറി പരിശോധിക്കാത്ത ഒരാളായതുകൊണ്ടും ഒരു സാധാരണ പ്രേക്ഷക എന്ന നിലയിലും എനിക്ക് സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു.